മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം. കേന്ദ്ര കോർപ്പറേറ്റ് കമ്പനികാര്യ മന്ത്രാലയമാണ് എക്സലോജിക്കിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കും. മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. എത്രത്തോളം വലിയ തിരിച്ചടിയാണെന്ന് കണക്കാക്കാം മുഖ്യമന്ത്രിക്കും പ്രത്യേകിച്ച് മകൾക്കും വ്യക്തിപരമായി നോക്കുമ്പോഴും ഒപ്പം തന്നെ സർക്കാരിനും? ലക്ഷ്മി, മുഖ്യമന്ത്രിയും CPM-ഉം എല്ലാം ന്യായീകരിച്ചതെല്ലാം അത് തകിടം മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണ ഉത്തരവ് പോകുന്നത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് വിശദമായ അന്വേഷണം എക്സലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിക്കും അതോടൊപ്പം തന്നെ CMRL-നും KSIDC-ക്കുമെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തിലൂടെ ഈ 3 സ്ഥാപനങ്ങളിലെയും എല്ലാ സാമ്പത്തിക ഇടപാടുകളും വിശദമായി പരിശോധിക്കാനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി 3 അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് 4 മാസത്തിനുള്ളിൽ അന്വേഷിച്ച് കൃത്യമായ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ തുടർ അന്വേഷണങ്ങളും ഇതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ തുടർ അന്വേഷണങ്ങളും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പേരിൽ അത് കരിമണൽ കമ്പനിക്ക് ചില സഹായങ്ങൾ ചെയ്തതിന്റെ പേരിലാകാം എന്ന തരത്തിൽ 1,72,00,000 രൂപ എക്സലോജിക് കമ്പനിക്ക് CMRL നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഇല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച സംശയങ്ങൾ ഉയരുന്നത്. അത് സംബന്ധിച്ച പ്രാഥമികമായ അന്വേഷണങ്ങളാണ് ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പരിശോധനയിൽ, ആദായ നികുതി ബോർഡ് നടത്തിയ പരിശോധനയിലെല്ലാമുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിശദമായ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് എത്ര പറഞ്ഞാലും എത്ര ന്യായീകരിച്ചാലും ഇനി മറച്ചുവെക്കാൻ കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾക്ക് പ്രതിഫലം മകൾ വഴി കിട്ടുന്നു എന്നതിലേക്കാണ് ഈ സൂചനകൾ എത്തുന്നത്. ഈ സൂചനകൾ പ്രകാരമുള്ള അന്വേഷണം പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ വലിയ വെട്ടിലേക്കാവും മുഖ്യമന്ത്രിയും കുടുംബവും പോലും പോവുക എന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ KSIDC-യും പ്രതിക്കൂട്ടിലാണ്. അതിനെയും നിസ്സാരമായി കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ CMRL-ലും ഈ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. CMRL ഈ അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഇടതുമുന്നണിയിലെ മാത്രമല്ല UDF-ലെ പ്രമുഖ നേതാക്കളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മാറാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളത്തിലും വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ലക്ഷ്മി, സുധീഷ്, അതാണ് കാരണം ആദായ നികുതി ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണല്ലോ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഇത്തരത്തിൽ നേരിട്ടുള്ള ഇടപെടൽ നടത്തുന്നതും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുന്നതും. ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സുധീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പിന്നീട് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ അന്വേഷണം ഏറ്റെടുക്കും. ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ തിരിച്ചടിയാകും. മാത്രമല്ല ഈ ക്യാപ്സ്യൂളുകൾക്കോ അല്ലെങ്കിൽ ഒഴികഴികൾ പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയൊരു കുടുക്കിലേക്ക് ചെന്ന് അകപ്പെടും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവർ. ലക്ഷ്മി, ഇത് വലിയ കുരുക്കിലേക്ക് തന്നെ ഇതിനെ ന്യായീകരിക്കുന്നവരെല്ലാം അകപ്പെടും. മുഖ്യമന്ത്രിയുടെ കുടുംബം അകപ്പെടും, സർക്കാർ അകപ്പെടും. അതോടൊപ്പം തന്നെ CPM-നകത്തും വലിയ ഭിന്നതയ്ക്ക് ഇപ്പോൾ തന്നെ CPM-ന്റെ പോക്കിനെതിരെ വിവിധ മേഖലകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മുതിർന്ന CPM നേതാവായ മുൻമന്ത്രി G. സുധാകരൻ അടക്കം ഇപ്പോഴത്തെ CPM-ന്റെ പോക്കിനും സർക്കാരിന്റെ പോക്കിനുമെതിരെ രംഗത്തെത്തിയിരുന്നു. അത്തരത്തിൽ പല മേഖലകളിൽ നിന്നും വിമർശനം ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഒരുപക്ഷെ വന്നേക്കാവുന്ന ഇത്തരം ഒരു അന്വേഷണം വരുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് എന്ന തരത്തിൽ തന്നെയാണ് ഈ പ്രതിഫലത്തെ കാണേണ്ടതും. കാരണം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും മറ്റും ഈ സർക്കാർ നടത്തുന്ന വലിയ ഒത്താശയുണ്ട്. അതിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും ഏതാണ്ട് 1 വർഷത്തിലധികമായി തുടരുന്ന പ്രക്ഷോഭം ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിലെ ക്രമക്കേടുകൾക്കെല്ലാം നേരെ വിരൽ ചൂണ്ടുന്ന ഈ ഒരു അന്വേഷണം വരുന്നത്. ഈ ഒരു അന്വേഷണത്തിൽ CMRL ഒരു തരത്തിലും ഒരു സഹായവും, അതായത് ഔദ്യോഗികമായ ഒരു സഹായവും വീണ ജോർജിന്റെ കമ്പനി നൽകാതെയാണ് 1,72,00,000 രൂപ കൈപ്പറ്റിയെന്ന ഒരു കണ്ടെത്തലാണ് ആദായ നികുതി ബോർഡും മറ്റും നടത്തിയ അന്വേഷണത്തിൽ എത്തിച്ചേരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പണം എന്തിന് കൈമാറി, എന്തിന് കൈപ്പറ്റി എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടി വരും. ആ വിശദീകരണം സ്വാഭാവികമായും വീണ വിജയനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയും നൽകേണ്ടി വരും, CPM നൽകേണ്ടി വരും. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്കാണ് സർക്കാരും CPM-ഉം എല്ലാം തന്നെ എത്തിച്ചേരുന്നത്.
പറയുന്നത്. ഇതേ സാഹചര്യത്തിൽ അണികൾക്കും ഏത് രീതിയിലുള്ള ക്യാപ്സ്യൂൾ ഇറക്കിയാലും അതിനെ പ്രതിരോധിക്കാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അറിവ് ലഭിക്കുന്ന തരത്തിലേക്കാണ് ഇതിന്റെ വാർത്തകളും ഈ ഒരു അന്വേഷണവും എത്തിക്കുന്നത്. ലക്ഷ്മി, സുധീഷ്, ഈ മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണല്ലോ വിശദമായ അന്വേഷണം. എക്സാലോജിക് കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ഈ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണാം, ഒരു നാൾവഴികൾ? ലക്ഷ്മി, അത് വലിയ രീതിയിലുള്ള ഈ ഒരു സ്ഥാപനം തുടങ്ങിയതിന് ശേഷമുള്ള സാമ്പത്തികമായ ഉയർച്ച, ആ ഉയർച്ച ഉണ്ടാവുന്നത് ഏത് രീതിയിലാണെന്നത് അടക്കമുള്ള പരിശോധനയിലാണ്. അത് ചട്ടവിരുദ്ധമായ ഇല്ലെങ്കിൽ നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നത് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ട തുകയ്ക്ക് ഒരു പക്ഷേയുള്ള ഒരു മറയില്ല, ഒരു ഇടനില എന്ന നിലയിൽ തന്നെയാവണം ഈ സ്ഥാപനത്തെയും പ്രവർത്തിപ്പിച്ചു പോരുന്നത്. ഈ സ്ഥാപനം ഏതൊക്കെ സ്ഥാപനത്തിന് കൃത്യമായും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകി എന്നത് പരിശോധിക്കുമ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനത്തിനുണ്ടോ എന്ന സംശയം തന്നെയാണ് അന്വേഷണ സംഘത്തിൽ എത്തിച്ചേരുന്നതും. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വരുമാനം അതിൽ കവിഞ്ഞും വരുന്നു, വളരെയധികം സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു, അതിലെല്ലാം വലിയ ക്രമക്കേടുകൾ ഉണ്ടെന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു അന്വേഷണം നടത്തുന്നതും മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. അവർ 3 പേരടങ്ങുന്ന ഒരു സംഘം നടത്തുന്ന അന്വേഷണം അതിൽ കൃത്യമായും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രാഥമിക വിവരങ്ങൾക്കുള്ള ഒരു പൂർത്തീകരണം കൂടിയാവും. അത് കൃത്യമായും സർക്കാരിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയാണ്.